കോട്ടയം ഡിവൈഎസ്പി ടി.എ. ആന്റണിക്ക് സസ്പെൻഷൻ. യുവതിയെ ക്വാർട്ടേഴ്സിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്നാണ് കേസ്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായതെന്നാണ് മറ്റു വിശദാംശങ്ങൾ. ഗ്രീഷ്മ, ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്നാണ് കോട്ടയം ഡിവൈഎസ്പി ആന്റണിയെ സസ്പെൻഡ് ചെയ്തത്. കോട്ടയം വാഴൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ക്വാർട്ടേഴ്സിലെത്തിച്ച്, അതായത് ഡിവൈഎസ്പി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തിച്ച് യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് വാഴൂർ സ്വദേശിനിയായ യുവതിയും അവരുടെ ഭർത്താവും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ജില്ലാ പോലീസ് മേധാവിക്ക് യുവതിയും ഭർത്താവും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിലാണ് ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്യാൻ ദക്ഷിണമേഖല എഡിജിപി കെ പത്മകുമാർ ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകിയത്. പരാതി നൽകിയ ശേഷം ഡിവൈഎസ്പി പരാതിക്കാരിയുമായി നിരവധി തവണ ഫോണിൽ വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും എഡിജിപി നൽകിയിട്ടുള്ള ഈ ഒരു സസ്പെൻഷൻ ശുപാർശ ആഭ്യന്തര വകുപ്പ് അത് അംഗീകരിക്കുകയും ആഭ്യന്തരമന്ത്രി സസ്പെൻഷന് ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു. നിലവിൽ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിക്കാണ് കോട്ടയം ഡിവൈഎസ്പിയുടെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ നടപടികൾക്ക് മുന്നോടിയായി തന്നെ പി ആന്റണിയെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷമാണ് സസ്പെൻഷൻ മറ്റ് നടപടികളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കോട്ടയം ഡിവൈഎസ്പിയുടെ ചുമതല അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിക്കാണ് നൽകിയിരിക്കുന്നത്. പ്രശാന്ത്, നടപടി സസ്പെൻഷനിൽ ഒതുങ്ങുമോ? മറ്റ് തുടരന്വേഷണം ഏത് രീതിയിലായിരിക്കും? തുടർ അന്വേഷണം, അതായത് നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ട ഇതിൽ മാത്രം സസ്പെൻഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും തുടർ അന്വേഷണം ഉണ്ടാകും. അതിൽ കുറ്റം തെളിഞ്ഞ കർശനമായിട്ടുള്ള നടപടിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഇപ്പോൾ തന്നെ ഡിവൈഎസ്പിയുടെ ഫോൺ സന്ദേശം, അതായത് നിരവധി തവണ ഈ യുവതിയുമായി ഫോണിൽ വിളിച്ചിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം തവണ വിളിച്ചു എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അച്ചടക്ക ലംഘനം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തരത്തിൽ തന്നെ ഉള്ള ഒരു നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം എല്ലാം തന്നെ കർക്കശമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുവതിയെ ക്വാർട്ടേഴ്സിൽ വിളിച്ച് പീഡിപ്പിച്ചു എന്ന കേസിൽ കോട്ടയം ഡിവൈഎസ്പിക്ക് സസ്പെൻഷൻ. വിവരങ്ങളാണ് ടി.പി. പ്രശാന്ത് നൽകിയത്.